ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലോത്ത് വെച്ചിട്ടുള്ള ഫ്രിൽസ് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് ഇതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം രണ്ട് മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്കും പിന്നെ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലാക്കിൽ ഇന്ന് ചെയ്യുന്നില്ല, കാരണം അതിൽ കൂടുതൽ മനസ്സിലാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഈ പ്രിൻറ്റഡ് മെറ്റീരിയലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മെഷീനിലാണ് ഈ ഫ്രിൽസൊക്കെ ഇടാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് സിംഗറിൻ്റെ സ്റ്റാർട്ട് എന്നുള്ളൊരു മോഡലാണ്. ഇതിലാണ് 6 ആക്ക് സ്റ്റിച്ച് ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ 3 6 ആക്ക് മോഡലുണ്ട്, വലുത് പിന്നെ മീഡിയം പിന്നെ ചെറുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഇട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫൂട്ടർ പിന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഹെമ്മിങ് ഫൂട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. രണ്ട് സൈഡ് മടക്കി അടിച്ചിട്ടും ചെയ്യാം, പക്ഷേ ഈ ഒരു ഫൂട്ടറിൽ ചെയ്തിട്ട് നമ്മൾ ഫ്രിൽസ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമ്മൾ റെഡിമെയ്ഡ് ഫിനിഷ് കിട്ടുന്നതായിട്ട് തോന്നും കേട്ടോ. എടുക്കുകയാണ് നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ഹെം ചെയ്തെടുക്കണം. അപ്പോൾ പതുക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചുരുട്ടി കൊടുക്കണം കേട്ടോ. പതുക്കെ ഇങ്ങനെ തുണി ഇങ്ങനെ ചെറുതായിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്തിട്ട് വേണം ഹെം ചെയ്തെടുക്കാൻ കേട്ടോ. ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഫൂട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അംബർല ഡ്രസ്സ്, എസ്പെഷ്യലി അംബർല ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അംബർല സ്ലീവ് അതിൻ്റെയൊക്കെ സൈഡ് അടി ഭാഗം ബോട്ടം അടിക്കുമ്പോൾ നല്ല നിങ്ങൾക്ക് മടക്കി അടിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു ഫൂട്ടറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നല്ല റെഡിമെയ്ഡ് ലുക്കിൽ കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഒരു സൈഡ് ഇത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡും കൂടി ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് രണ്ട് സൈഡും ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കണം. ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ചെറുതായിട്ട് വലിച്ച് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ നടുക്ക് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം, പക്ഷേ ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് ഗ്യാദേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഈ മെഷീനിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഈ ഒരു റേറ്റ് നമ്മൾ 0യിലാണ് ഇടുന്നത്. ഈ നമ്പർ 0യിലാക്കണം. അതിനുശേഷം ഈ നമ്മുടെ ഡയലിൽ സ്റ്റിച്ച് വലിയ സ്റ്റിച്ച് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഗ്യാദേഴ്സ് ഇടാൻ വേണ്ടിയിട്ട്. ഫൂട്ടർ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആ ഹെമ്മിങ് ഫൂട്ടും ചേഞ്ച് ചെയ്തിട്ട് ഞാൻ നോർമൽ നമ്മുടെ ഫൂട്ടർ സ്റ്റിച്ച് ചെയ്യുന്ന ഫൂട്ടർ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഗ്യാദേഴ്സ് ഇടുന്നത്. ഞാൻ ഇനി ഇതിൻ്റെ മിഡിൽ പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കണേ. ഇപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇങ്ങനെ ചുരുങ്ങി വരുന്നുണ്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഗ്യാദേഴ്സ് ഇട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ ഈ നൂല് കുറച്ച് ലെങ്ത്ത് ഇട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ, എന്നാലും നമുക്ക് വലിച്ചെടുക്കാനുള്ളത് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നൂല് പതുക്കെ എടുത്തിട്ട്, രണ്ട് നൂലും കൂടി പിടിച്ച് വലിക്കരുത്, ബാക്ക് സൈഡിൽ നൂല് മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രിൽസ് കിട്ടും കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഇതനുസരിച്ച് നമുക്ക് ഫ്രിൽസ് എടുക്കാവുന്നതാണ്. ഞാനിത് റഫായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ചെറിയ പീസ് കാണിച്ചത്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ്. നമുക്കിത് നെക്കിലും, കുർത്തിയുടെ നെക്കിലോ ഡ്രസ്സിൻ്റെ നെക്കിലോ സ്ലീവിൻ്റെ എവിടെയോ വേസ്റ്റ് റൗണ്ടിൽ പിന്നെ ബോട്ടം എല്ലാത്തിലും വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാണ്. കുട്ടികളുടെ ഉടുപ്പിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഈ മോഡൽ ഒരുപാട് ഡ്രസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ 1-2 കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രിൽസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിസൈഡ് ലെങ്ത്തിൽ നമുക്ക് വേണ്ടത്ര ഇതിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത സ്ഥലത്ത് നമ്മൾ നോർമൽ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ലെങ്ത്ത് മാറ്റിയിട്ട്, അതായത് നോർമൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അഴിഞ്ഞു പോകും. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ ഈ ലെങ്ത്ത് മാറ്റിയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സ്റ്റിച്ച് ലെങ്ത്ത് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഏതൊരു സിമ്പിൾ ഡ്രസ്സും നമുക്ക് ഇങ്ങനത്തെ ഫ്രിൽസൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ലുക്ക് കിട്ടും കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.